ഇസ്ലാമിൽ ലോകാവസാന കാലത്ത് നീതി തിരികെ കൊണ്ടുവരാൻ ഒരു രക്ഷകൻ വരുമെന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട്. അദ്ദേഹമാണ് ഇമാം മഹ്ദി. പക്ഷേ ആരാണ് ഈ വ്യക്തി? അദ്ദേഹത്തിന്റെ ദൗത്യം എന്താണ്? എന്തിന് അദ്ദേഹത്തിന്റെ ശത്രുക്കൾ ആരായിരിക്കും? ഈ ചോദ്യങ്ങൾക്കൊക്കെ രണ്ട് തരം ഉത്തരങ്ങളുണ്ട്. പരസ്പരം ഒട്ടും ചേരാത്ത രണ്ട് കഥകൾ. അപ്പോൾ ശരിക്കും ആരാണ് ഈ കാത്തിരിക്കുന്ന രക്ഷകൻ? ഈ രണ്ട് പ്രവചനങ്ങളും തമ്മിലുള്ള ആഴത്തിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഈ രക്ഷകൻ എന്ന പൊതുവായ ആശയത്തിൽ നിന്ന് തുടങ്ങും. പിന്നെ സുന്നി കാഴ്ചപ്പാട് എന്താണെന്ന് നോക്കും. അതിനുശേഷം പ്രവാചക കുടുംബത്തിൽ നിന്നുള്ള പ്രവചനം എന്താണെന്ന് കാണും. ഈ രണ്ട് ദൗത്യങ്ങളും തമ്മിൽ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് നോക്കിയിട്ട് അവസാനം വിശ്വാസികൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു മുന്നറിയിപ്പോടെ നമുക്കിത് അവസാനിപ്പിക്കാം. എല്ലാ മുസ്ലിങ്ങളും അവരേത് വിഭാഗത്തിൽപ്പെട്ടവരായാലും വിശ്വസിക്കുന്നൊരു കാര്യമുണ്ട്. അതായത്, ഈ ലോകം മുഴുവൻ പ്രശ്നങ്ങളും അനീതിയും കൊണ്ട് നിറയുമ്പോൾ എല്ലാം ശരിയാക്കാൻ ദൈവമയക്കുന്ന ഒരു നേതാവ് വരും എന്നുള്ള വിശ്വാസം. അവിടെ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. അദ്ദേഹത്തിന്റെ പേരാണ് അൽ മഹ്ദി. അതിന്റെ അർത്ഥം വഴികാട്ടപ്പെട്ടവൻ എന്നാണ്. പക്ഷേ ആ വഴികാട്ടൽ എങ്ങനെയാണ്, ആരെയാണ് അദ്ദേഹം നയിക്കുക എന്നൊക്കെ വരുമ്പോൾ കഥ രണ്ട് വഴിക്കാണ് പോകുന്നത്, അതും നേർവിപരീതമായ വഴികളിലേക്ക്. നമുക്ക് ആദ്യത്തെ കഥയിലേക്ക് കടക്കാം. ഇത് സുന്നി പാരമ്പര്യത്തിൽ സാധാരണയായി കേൾക്കുന്നൊരു കാഴ്ചപ്പാടാണ്. ഇവിടെ മഹദിയെ കാണുന്നത് ഒരു ഓവർനൈറ്റ് റിഫോമറായിട്ടാണ്. അതായത്, ഒറ്റ രാത്രി കൊണ്ട് എല്ലാം മാറി മറിയുന്നൊരാൾ. ഈ ഒരു കാഴ്ചപ്പാടനുസരിച്ച് അദ്ദേഹം പ്രവാചകൻ മുഹമ്മദിന്റെ ഒരു പിൻഗാമിയായിരിക്കും. പക്ഷേ ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ദൈവം ഒരു രാത്രി കൊണ്ട് അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുന്നതുവരെ താനാണ് ആ മഹദി എന്ന് അദ്ദേഹത്തിന് പോലും അറിയില്ലായിരിക്കും. അദ്ദേഹത്തിന്റെ പ്രധാന ലക്ഷ്യം മുസ്ലിങ്ങളെ ഒന്നിപ്പിച്ച് ശത്രുക്കൾക്കെതിരെ ഒരു വിജയം നേടുക എന്നതാണ്. ഇവിടെയാണ് ഒരു പ്രധാനപ്പെട്ട തർക്കം വരുന്നത്, അദ്ദേഹത്തിന്റെ പേരിനെ ചൊല്ലി. പല പണ്ഡിതന്മാരും പറയുന്നത് അദ്ദേഹത്തിന്റെ പേര് കൃത്യമായി മുഹമ്മദ് ഇബ്ന് അബ്ദുള്ള എന്നായിരിക്കുമെന്നാണ്. പക്ഷേ യഥാർത്ഥ പ്രവചനത്തിൽ എന്താ പറയുന്നത്? അദ്ദേഹത്തിന്റെ പേര് പ്രവാചകന്റെ പേര് പോലെയും പിതാവിന്റെ പേര് പ്രവാചകന്റെ പിതാവിന്റെ പേര് പോലെയും ആയിരിക്കുമെന്നാണ്. കണ്ടോ, ആ പോലെ എന്ന ഒറ്റ വാക്ക് മതി അർത്ഥം മുഴുവൻ മാറാൻ. ഇത് വ്യാഖ്യാനങ്ങൾക്കുള്ള ഒരു വലിയ സാധ്യതയാണ് തുറന്നു തരുന്നത്. അപ്പോൾ ഈ ഒറ്റ രാത്രി കൊണ്ട് അദ്ദേഹത്തെ ശരിയാക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും ഉദ്ദേശിക്കുന്നത്? അതിന് പല വിശദീകരണങ്ങളുമുണ്ട്. പണ്ഡിതന്മാർ ഇതിന് പലതരത്തിലുള്ള വിശദീകരണങ്ങൾ കൊടുക്കുന്നുണ്ട്. ചിലർ പറയുന്നു അദ്ദേഹം ഒരു സാധാരണ മനുഷ്യനായിരിക്കാം, പെട്ടെന്നൊരു രാത്രിയിൽ താനാണ് മഹദി എന്ന് വെളിപാട് കിട്ടുന്നതാണെന്ന്. മറ്റു ചിലരുടെ അഭിപ്രായത്തിൽ അദ്ദേഹം ചിലപ്പോൾ അത്ര നല്ല ജീവിതം നയിക്കുന്ന ആളായിരിക്കില്ല, ദൈവം ഒറ്റ രാത്രി കൊണ്ട് അദ്ദേഹത്തെ മാറ്റി ഹൃദയം ശുദ്ധീകരിക്കുന്നതാണെന്ന്. വേറൊരു തിയറി എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹത്തിന്റെ കയ്യിൽ തന്റെ ദൗത്യം പൂർത്തിയാക്കാൻ പണമോ അധികാരമോ ഒന്നും കാണില്ല, അതൊക്കെ ദൈവം ഒറ്റ രാത്രി കൊണ്ട് അദ്ദേഹത്തിന് കൊടുക്കുന്നതാണെന്നാണ്. അപ്പോൾ ഈ മനുഷ്യൻ ആരായിരിക്കും എന്നതിനെക്കുറിച്ചുള്ള നമ്മുടെ പ്രതീക്ഷകളെ ഈ ചിന്തകളെല്ലാം സ്വാധീനിക്കും, അല്ലേ? ഇതൊരു വല്ലാത്തൊരു ആശയക്കുഴപ്പമുണ്ടാക്കുന്നുണ്ടല്ലേ? ഒന്നാലോചിച്ച് നോക്കൂ, മഹദിക്ക് സ്വയം അറിയില്ല താനാണ് ആ വ്യക്തിയെന്ന്. പക്ഷെ അദ്ദേഹത്തെ പിന്തുടരുന്നവർക്കതറിയാം. അപ്പം ശരിക്കും ദൈവികമായ വഴികാട്ടൽ കൂടുതൽ കിട്ടിയത് ആർക്കാണ്? നേതാവിനാണോ അതോ ആ അനുയായികൾക്കോ? ശരി, ഇനി നമുക്ക് രണ്ടാമത്തെ ആഖ്യാനത്തിലേക്ക് പോകാം. ഇത് വരുന്നത് പ്രവാചകന്റെ കുടുംബത്തിൽ നിന്നുള്ള പാരമ്പര്യത്തിൽ നിന്നാണ്. ഇവിടെ കഥ വളരെ വ്യത്യസ്തമാണ്. ഭാവിയിൽ എപ്പോഴോ ജനിക്കാൻ പോകുന്ന ഒരാളെക്കുറിച്ചല്ല, മറിച്ച് വളരെ കൃത്യമായി അടയാളപ്പെടുത്തിയ നമ്മൾ കാത്തിരിക്കുന്ന 12ാമത്തൊരു ഇമാമിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതെ, ഭാവിയിൽ എപ്പോഴോ വരുന്ന അജ്ഞാതനായ ഒരാളല്ല, മറിച്ച് പ്രവാചകൻ മുഹമ്മദിനു ശേഷം വന്ന ഇമാമുകളുടെ പരമ്പരയിലെ 12ാമത്തെയും അവസാനത്തെയും കണ്ണിയായിട്ടാണ് ഈ പാരമ്പര്യം മഹദിയെ കാണുന്നത്. വളരെ കൃത്യമായൊരു ഐഡന്റിറ്റി. ഈ പരമ്പര തുടങ്ങുന്നത് അലിയിൽ നിന്നാണ്, പിന്നെ ഹസൻ, ഹുസൈൻ, അങ്ങനെ 12ാമത്തെ ഇമാം മുഹമ്മദ് അൽ മഹ്ദിയിലെത്തുന്നു. ഈ ഒരു വിശ്വാസമനുസരിച്ച് അന്നത്തെ ഭരണാധികാരികൾ ഈ കുട്ടിയെ കൊല്ലാൻ ശ്രമിച്ചപ്പോൾ ദൈവം അദ്ദേഹത്തെ ഒരു ദിവ്യമായ മറയിലേക്ക് മാറ്റി. ഇതിനെയാണ് ഒക്കുൾട്ടേഷൻ അഥവാ തിരോധാനം എന്ന് പറയുന്നത്. ശരിയായ സമയം വരുമ്പോൾ അദ്ദേഹം തിരികെ വരും. അപ്പോൾ ഇതാണ് ഏറ്റവും അടിസ്ഥാനപരമായ വ്യത്യാസം. ഒന്നാമത്തെ കഥയിൽ മഹദി ഇനിയും ജനിക്കാനിരിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്നാൽ രണ്ടാമത്തെ കഥയിലോ അദ്ദേഹം നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ജനിച്ചു, 1000-ലധികം വർഷമായി ഈ ലോകത്ത് ജീവിക്കുന്നുണ്ട്, പക്ഷേ ഒരു മറയിലാണ്, ദൈവികമായ ആ കൽപ്പനയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അദ്ദേഹം ആരാണെന്നുള്ള കാര്യത്തിൽ ഇത്രയും വലിയ വ്യത്യാസമുള്ളതുകൊണ്ട് സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ ദൗത്യം എന്തായിരിക്കും എന്നതിലും വലിയ വ്യത്യാസങ്ങളുണ്ടാവും. അദ്ദേഹത്തിന്റെ യുദ്ധം പുറത്തുള്ള ശത്രുക്കളോടാണോ അതോ ഉള്ളിലുള്ള ശുദ്ധീകരണമാണോ? ഇവിടെയാണ് ഈ രണ്ട് കഥകളും ശരിക്കും രണ്ട് ദിശയിലേക്ക് പോകുന്നത്. സുന്നി ആഖ്യാനം പറയുന്നത് പ്രധാന യുദ്ധം പുറത്തുള്ളവരുമായിട്ടായിരിക്കും, അതായത് അമുസ്ലിങ്ങളോട്. പലസ്തീൻ മോചിപ്പിക്കുക, ജൂതരെ പരാജയപ്പെടുത്തുക എന്നൊക്കെയാണ് ലക്ഷ്യം. എന്നാൽ പ്രവാചക കുടുംബത്തിന്റെ ആഖ്യാനം പറയുന്നതോ പ്രധാന യുദ്ധം മുസ്ലിം ലോകത്തിനുള്ളിൽ തന്നെയാണ്.
അഴിമതിക്കാരായ ഭരണാധികാരികളോടും അവരെ ന്യായീകരിക്കുന്ന മതപണ്ഡിതന്മാരോടുമാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ പോരാട്ടം. പ്രവാചക കുടുംബത്തിൽ നിന്നുള്ള ഒരു വിവരണം വളരെ ശക്തമായി പറയുന്നുണ്ട്. ഇസ്ലാമിലെ പണ്ഡിതന്മാരെക്കാൾ വ്യക്തമായൊരു ശത്രു അദ്ദേഹത്തിനില്ല എന്ന്. ഒന്നാലോചിച്ച് നോക്കൂ, എത്ര ശക്തമായൊരു പ്രസ്താവനയാണിത്. ഈ രണ്ടാമത്തെ ആഖ്യാനമനുസരിച്ച് അദ്ദേഹം ചെയ്യുന്നത് ഒരു സാധാരണ രാജാവ് ചെയ്യുന്ന കാര്യങ്ങളല്ല, അതൊരു വിപ്ലവമാണ്. ഉദാഹരണത്തിന് അദ്ദേഹം മക്കയിലെ ഭരണാധികാരികളെ ദൈവത്തിന്റെ വീട്ടിലെ കള്ളന്മാർ എന്ന് വിളിച്ച് ശിക്ഷിക്കും. ആഡംബരമായി പണിത കാബയും വലിയ പള്ളികളുമൊക്കെ പൊളിച്ച് അതിന്റെ ഏറ്റവും ലളിതമായ രൂപത്തിലേക്ക് മാറ്റും. പിന്നെ ഭരണവർഗം കുന്നുകൂട്ടിവെച്ച സ്വത്തെല്ലാം പിടിച്ചെടുത്ത് പാവപ്പെട്ടവർക്ക് കൊടുക്കും. അമുസ്ലിങ്ങളോടുള്ള സമീപനത്തിലും ഈ വ്യത്യാസം വളരെ വലുതാണ്. സുന്നി ആഖ്യാനത്തിൽ പലപ്പോഴും യുദ്ധവും കീഴടക്കലുമാണ് കാണുന്നത്. ജൂതന്മാരെ കൊല്ലാൻ മരങ്ങളും കല്ലുകളും വരെ വിളിച്ചു പറയുമെന്നൊക്കെയാണ് പറയുന്നത്. എന്നാൽ പ്രവാചക കുടുംബത്തിന്റെ ആഖ്യാനത്തിലോ ആളുകളെ വിധിക്കുന്നത് അവരുടെ സ്വന്തം മതഗ്രന്ഥങ്ങളനുസരിച്ചായിരിക്കും. ജൂതരെ തോറാനുസരിച്ച്, ക്രിസ്ത്യാനികളെ ബൈബിൾ അനുസരിച്ച്. ജിസിയ എന്ന നികുതി പൂർണ്ണമായി എടുത്തുകളയും. മാത്രമല്ല, നഷ്ടപ്പെട്ടുപോയ ഉടമ്പടി പെട്ടകം അദ്ദേഹം പുറത്തെടുക്കുമ്പോൾ ധാരാളം ജൂതന്മാർ സ്വമേധയാ അദ്ദേഹത്തെ അംഗീകരിക്കുമെന്നും പറയുന്നു. പക്ഷേ ഈ രണ്ട് കഥകളും ഒരേപോലെ പറയുന്ന ഒരു കാര്യമുണ്ട്: മഹദിയുടെ വരവ് എല്ലാവർക്കും ഒരു വലിയ പരീക്ഷണത്തിന്റെ കാലമായിരിക്കുമെന്ന്. എന്നാൽ പ്രവാചക കുടുംബത്തിൽ നിന്നുള്ള ആഖ്യാനത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അവസാന മുന്നറിയിപ്പ് കൂടിയുണ്ട്. വളരെ പ്രശസ്തമായ ഒരു പ്രവാചക വചനമുണ്ട്. ഇസ്ലാം തുടങ്ങിയത് ഒരു അപരിചിതമായ കാര്യമായിട്ടായിരുന്നു, അത് അവസാനിക്കുന്നതും അപരിചിതമായ ഒന്നായിട്ടായിരിക്കും. ഈയൊരു വാക്യം നമ്മളെ കൊണ്ടുപോകുന്നത് ഏറ്റവും വലിയ വെല്ലുവിളിയിലേക്കാണ്. അതെ, മുന്നറിയിപ്പ് ഇതാണ്: മഹദി കൊണ്ടുവരുന്ന ഇസ്ലാം ഇന്നത്തെ ഭൂരിഭാഗം മുസ്ലിങ്ങൾക്കും ഒരുപക്ഷെ തിരിച്ചറിയാൻ പോലും കഴിഞ്ഞെന്ന് വരില്ല. കാരണം അതത്രയേറെ അപരിചിതമായിരിക്കും. തങ്ങളുടെ പണ്ഡിതന്മാർ പഠിപ്പിച്ച കാര്യങ്ങൾ വെച്ച് അവർ ഖുർആനെ മഹദിക്കെതിരെ തന്നെ വ്യാഖ്യാനിക്കുമെന്നാണ് ഈ പ്രവചനം പറയുന്നത്. ഇതിനെ ഒന്നുകൂടി ഉറപ്പിക്കുന്ന ഒരു പ്രവചനമുണ്ട്: അന്ത്യകാലത്തെ പണ്ഡിതന്മാരായിരിക്കും ആകാശത്തിന് കീഴിലുള്ള ഏറ്റവും മോശം പണ്ഡിതന്മാർ. അവരിൽ നിന്നാണ് ഫിത്ന, അതായത് കുഴപ്പങ്ങളുണ്ടാകുന്നത്. അവരിലേക്ക് തന്നെ അത് മടങ്ങുകയും ചെയ്യും. ഇതാണ് ആത്യന്തികമായ മുന്നറിയിപ്പ്. ആരെയാണോ മഹദിയെ തിരിച്ചറിയാൻ നമ്മൾ ആശ്രയിക്കുക, അവർ തന്നെ ആയിരിക്കും അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ എതിരാളികൾ. അപ്പോൾ എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? മഹദി ആരാണല്ലാത്തത് എന്നതിനെക്കുറിച്ചുള്ള പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളെ കണ്ണടച്ച് വിശ്വസിക്കുന്നത് ഒരുപക്ഷെ ഏറ്റവും വലിയ അപകടമായിരിക്കും. ഒരാൾ നമ്മുടെ പ്രതീക്ഷകൾക്ക് വിപരീതമായി വരുന്നു എന്നതുകൊണ്ട് മാത്രം അയാളെ തള്ളിക്കളയരുത് എന്നാണ് ഈ ആഖ്യാനം നമ്മളോട് പറയുന്നത്. നമ്മൾ സ്വയം ചിന്തിക്കുകയും വിലയിരുത്തുകയും ചെയ്യണം. ഇത് നമ്മളെ ഒരു വലിയ ചോദ്യത്തിന് മുന്നിൽ നിർത്തുന്നു. പ്രവചനങ്ങളുടെ ഉദ്ദേശം നമ്മുടെ പ്രതീക്ഷകളെ ശരിവയ്ക്കാനാണോ അതോ അതിനെ തകർക്കാനാണോ? ആരും ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു രൂപത്തിൽ സത്യം മുന്നിൽ വന്നു നിൽക്കുമ്പോൾ നമ്മൾ അതിനെ എങ്ങനെ തിരിച്ചറിയും?